ആയുർവേദികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് ഡോക്ടർ സ്വാതി സോമൻ. ഇന്ന് നമുക്ക് ഇരുന്നു കൊണ്ടുള്ള കുറച്ച് ലൂസനിങ് വ്യായാമങ്ങളും യോഗാസനങ്ങളും പഠിക്കാം. ആദ്യം നമുക്ക് നമ്മുടെ മാറ്റില് ഇങ്ങനെ കാല് രണ്ടും നീട്ടി വെച്ചതിന് ശേഷം കൈകൾ പുറകിൽ സപ്പോർട്ട് ചെയ്ത് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാം. ഇതാണ് സ്ഥിതി ദണ്ഡാസനം. അതിനുശേഷം നമ്മുടെ കാല് വിരലുകളൊക്കെ ഒന്ന് മടക്കുകയും നിവർക്കുകയും ചെയ്തു കൊടുക്കുക. 1 2 3 4 5. ഇനി കാൽപാദം മുഴുവനായിട്ടും താഴേക്കും മുകളിലേക്കും നനക്കി കൊടുക്കാം. 1 2 3 4 5. ഇത് നമുക്കൊന്ന് റൊട്ടേഷൻ ചെയ്ത് നോക്കാം. 1 2 3 4 5. അത് തിരിച്ചു 1 2 3 4 5. ഇത് നമ്മുടെ മുട്ടിന് വേണ്ടി കാലുമുട്ട്, വലത് കാലുമുട്ട് മടക്കി നമുക്കിങ്ങനെ ചേർത്ത് പിടിക്കാം. അവനവന് പറ്റുന്നത് പോലെ ഇങ്ങനെ ചേർത്ത് പിടിക്കാം. ശേഷം നമുക്ക് കറക്കി കൊടുക്കാം മുട്ട്. 1 2 3 4 5. ഇത് തിരിച്ചു 1 2 3 4 5. ഇനി പതിയെ കാല് താഴ്ത്തി വെച്ച് നീട്ടിരിക്കാം. ഇടത് കാലിൽ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. 1 2 3 4 5. തിരിച്ചു 1 2 3 4 5. ശേഷം കാല് നീട്ടി വെക്കുന്നു. ഇനി നമ്മുടെ വലത് കാല് പതുക്കെ എടുത്ത് നമ്മുടെ പാദം ഇടത് കൈയുടെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ പിടിക്കുക. വലത് കൈ കൊണ്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പിടിക്കാം. നമ്മുടെ ഹിപ്പ് ജോയിന്റിന് വേണ്ടിയുള്ളതാണ്. അതിനുശേഷം ഇങ്ങനെ സൈഡിലേക്ക് അനക്കുക. 1 2 3 4 5. താത്തു വെച്ചതിന് ശേഷം ഇടത് കാലിലും സെയിം റിപ്പീറ്റ് ചെയ്യുക. 1 2 3 4 5. കാല് താത്തു വെച്ചതിന് ശേഷം നീട്ടി സ്ഥിതി ദണ്ഡാസനത്തിൽ ഫസ്റ്റ് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തത് പശ്ചിമോക്താസനം പഠിക്കാം. നമ്മുടെ നട്ടെല്ലിന് വേണ്ടിയും ഒക്കെ ചെയ്യുന്നതാണ് പശ്ചിമോക്താസനം. ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കറക്റ്റ് ആക്കാവുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ 2 കൈകളും പുറകോട്ടാക്കി നേരെ ഇരിക്കുക. ശേഷം 2 കൈകളും നമ്മുടെ വശങ്ങളിലാക്കി കൊണ്ടുവരിക. അവിടുന്ന് ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും നേരെ മുകളിലേക്ക് ഉയർത്താം. ഇവിടുന്ന് ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് ബെൻഡ് ചെയ്ത് വന്ന് കാൽവിരലിൽ ടച്ച് ചെയ്യുക. ഇവിടെ തല കുനിച്ച് കാൽമുട്ടിന് നോക്കണം. അവിടുന്ന് ശ്വാസം എടുത്ത് പതുക്കെ നിവർന്ന് ശ്വാസം വിട്ട് കൈതാത്ത് റിലാക്സ്. ഒരു ദീർഘശ്വാസം ഒക്കെ എടുത്ത് വിട്ടതിന് ശേഷം അടുത്ത റൗണ്ട് ചെയ്യാവുന്നതാണ്. വീണ്ടും 2 കൈയും വശങ്ങളില് ശ്വാസം എടുത്ത് 2 കൈകളും മുകളിലേക്ക് ഉയർത്തുന്നു. ശ്വാസം വിട്ട് മുന്നോട്ട് ബെൻഡ് ചെയ്ത് വരുന്നു. ശ്വാസം എടുത്ത് നിവർന്ന് ശ്വാസം വിട്ട് കൈകൾ വശങ്ങളിലോട്ട് താത്ത്. വീണ്ടും റിലാക്സേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു വട്ടം കൂടെ ശ്വാസം എടുത്ത് 2 കൈകളും മുകളിലേക്ക് ഉയർത്തി ശ്വാസം വിട്ട് മുന്നോട്ട്. ശ്വാസം എടുത്ത് നിവർന്ന് ശ്വാസം വിട്ട് കൈകൾ താഴ്ത്തി ദണ്ഡാസനത്തില് ഫസ്റ്റ് 3 വട്ടം 5 വട്ടം 7 ഇങ്ങനെ ഇത് റൗണ്ട് കൂട്ടി പോകാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തത് ജാനുശിരാസനം പഠിക്കാം. അതിനുവേണ്ടി 2 കാലും അല്പം അകത്തി വെക്കുന്നു. ശേഷം നമ്മുടെ വലത് കാലും മടക്കി ഈ ഒരു ഭാഗത്തായിട്ട് മാറ്റിൽ വെക്കുക. ഒരിക്കലും ഇടത് കാലിന്റെ അടിയിൽ വെക്കാൻ പാടുള്ളതല്ല. ശേഷം ഇപ്പൊ പശ്ചിമോക്താസനം ചെയ്തതുപോലെ തന്നെ വശങ്ങളിലായിട്ട് 2 കൈകളും കൊണ്ടുവന്ന് ശ്വാസം എടുത്ത് 2 കൈകളും മുകളിലേക്ക് ഉയർത്തി ശ്വാസം വിട്ട് മുന്നോട്ട് ബെൻഡ് ചെയ്ത് വന്ന് കാല് വിരലിൽ ടച്ച് ചെയ്തതിന് ശേഷം കൈമുട്ടുകൾ താഴ്ത്തി കൊടുക്കുക. അതുപോലെ തല കുനിച്ച് മുട്ടിൽ നോക്കുക. അവിടുന്ന് ശ്വാസം എടുത്ത് നിവർന്നു വരിക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ വശങ്ങളിലൂടെ താഴ്ത്തി വെക്കുക. സ്ഥിതി ദണ്ഡാസനത്തിൽ റെസ്റ്റ് എടുക്കാവുന്നതാണ്.
ശേഷം ഇത് തന്നെ ഇടത് കാലില് റിപ്പീറ്റ്. ഇടത് കാല് മടക്കി വെച്ചു. ഇപ്പൊ ചെയ്തതുപോലെ ശ്വാസം എടുത്ത് 2 കൈകൾ മുകളിലേക്ക് ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് വലത് കാൽ നിരളിൽ പിടിച്ച് ശ്വാസം എടുത്ത് നിവർന്ന് ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ വശങ്ങളിലൂടെ താഴ്ത്തി 2 കാലും നീട്ടി വെച്ച് റെസ്റ്റ്. അടുത്തത് നമുക്ക് വക്രാസനം പഠിക്കാം. അതിനുവേണ്ടി ആദ്യം നമ്മുടെ വലത് കാല് കുത്തി നിർത്തുക. എന്നിട്ട് ഇടത് കൈയെടുത്ത് നമ്മുടെ നെഞ്ചിന്റെയും കാലുമുട്ടിന്റെയും ഇടയിലൂടെ വന്ന് വലത് കാലിന്റെ കൊലുസൊക്കെ ഇടുന്ന ഈ ഒരു ഭാഗത്ത് പിടിക്കുക. ശേഷം വലതുവശത്തുകൂടി ബാക്കിലേക്ക് നമ്മുടെ കഴുത്ത് ട്വിസ്റ്റ് ചെയ്യുക. പതുക്കെ കഴുത്ത് നേരെ, കൈകൾ പുറകില്, കാല് നീട്ടി. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ കരൾ സംബന്ധമായ രോഗങ്ങൾക്കും പ്രമേഹങ്ങൾക്കും ഒക്കെ ഇത് ചെയ്യുന്നത് നല്ലതാണ്. ഇത് ഇടതുവശത്തേക്കും റിപ്പീറ്റ് ചെയ്യേണ്ടതുമാണ്. ഇടത് കാല് കുത്തി നിർത്തുന്നു. വലത് കൈയെടുത്ത് നെഞ്ചിന്റെയും മുട്ടിന്റെയും ഇടയിലൂടെ വന്ന് നമ്മുടെ ഇടത് കാലിന്റെ കൊലുസിൽ അണിയുന്ന ഭാഗത്ത് പിടിച്ചതിന് ശേഷം ഇടതുവശത്തു കൂടി ബാക്കിലേക്ക് നോക്കി ട്വിസ്റ്റ് ചെയ്ത് ഒരു 3 വട്ടം ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. കഴുത്ത് നേരെ, കൈ പുറകില്, കാല് നീട്ടി, കൈ രണ്ടും പുറകെ കൊടുത്ത് നമുക്ക് സ്ഥിതിഗതാസനത്തില് ഒരു ദീർഘശ്വാസമൊക്കെ എടുത്ത് വിട്ട് റെസ്റ്റ് എടുക്കാവുന്നതാണ്. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ഒരു 3-5 പ്രാവശ്യം ചെയ്യാം. അടുത്തത് നമുക്ക് ബട്ടർഫ്ലൈ പോസ് ചെയ്യാം. ഇത് സ്ത്രീകൾക്ക് ഏറ്റവും നല്ലൊരു ആസനമാണ്. അതുപോലെ തന്നെ ഗർഭിണികൾക്ക് വരെ ഇത് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നമ്മുടെ വലത് കാല് ഇങ്ങനെ ചേർത്ത് വെക്കാം. ഇടത് പാദവും കൂടെ കൊണ്ടുവന്ന് 2 പാദങ്ങൾ തമ്മിൽ ഇങ്ങനെ ചേർത്ത് വെക്കുക. ശേഷം 2 കൈയും ഇങ്ങനെ കോർത്ത് പിടിച്ച് നമ്മുടെ കാല് വിരലുകൾക്കടിയില് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ശേഷം ബട്ടർഫ്ലൈ ചിറകുകൾ അടിക്കുന്നത് പോലെ നമ്മുടെ 2 മുട്ടിന്റെ ഭാഗം മുകളിലേക്കും താഴേക്കുമായിട്ട് ഇങ്ങനെ അനക്കി കൊടുക്കാവുന്നതാണ്. 3-4 മിനിറ്റ് ഇങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുന്നത് ഏറ്റവും പെൽവിക് ഡിസീസിനും ഒക്കെ ഏറ്റവും ഉത്തമമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊക്കെ വരാതെ ഈ സമയത്ത് നമ്മുടെ കഴുത്തുകൾ നമുക്ക് വശങ്ങളിലേക്ക് ചെരിച്ചൊക്കെ വെക്കാം. പിന്നെ നേരെ പിടിക്കാം ഓപ്പോസിറ്റ് സൈഡിലേക്ക്. ഇങ്ങനെ കഴുത്തിനുള്ള വ്യായാമം ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ താഴേക്ക്, നേരെ മുകളിലേക്ക്. കുറച്ചു നേരം ഇങ്ങനെ ചെയ്തതിന് ശേഷം കാലനക്കുന്നത് നിർത്തുക. ശേഷം നമുക്ക് ശ്വാസം നന്നായിട്ട് ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് ബെൻഡ് ചെയ്ത് വന്ന് കാലുവിരലിൽ തല വെച്ച് റെസ്റ്റ് എടുക്കാം. ശ്വാസം എടുത്ത് നിവർന്ന് വീണ്ടും കാലുകൾ അനക്കി കൊടുക്കാം. നമ്മുടെ ഹിപ്പ് പോർഷനിൽ നല്ലൊരു സ്ട്രെച്ചിങ് കിട്ടുന്ന വ്യായാമമാണ്. ഇനി നമ്മൾ കമിഴ്ന്ന് വരുമ്പോൾ അതിന് പറയുന്നത് ബദ്ധ കോണാസനം എന്നാണ്. കഴിഞ്ഞതിന് ശേഷം കാലുകൾ രണ്ടും നീട്ടി വയ്ക്കാം. കൈ രണ്ടും പുറകിൽ കൊടുക്കാം. റിലാക്സ്. ഇനി നമുക്ക് വജ്രാസനം പഠിക്കാം. ഭക്ഷണം കഴിച്ചതിന് ശേഷം ചെയ്യാവുന്ന ഏക ആസനമാണ് വജ്രാസനം എന്ന് പറയുന്നത്. നമ്മുടെ തുടകൾക്ക് വജ്രത്തിന്റെ അത്ര കാഠിന്യം കൊടുക്കുന്ന ഒരു ആസനമാണ് വജ്രാസനം. അതിനുവേണ്ടി നമ്മൾ നേരെ ദണ്ഡാസനത്തിൽ ഇരുന്നു. ശേഷം നമ്മുടെ വലത് കാല് ഇങ്ങനെ മടക്കി വെക്കുക. ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങനെ കയറി ഇരുന്നതിന് ശേഷം ഇടത് കാലിലൂടെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ വെച്ച് നട്ടില് നേരെ വെച്ച് നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാവുന്നതാണ്. ഇതാണ് വജ്രാസനം. ഈ വജ്രാസനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ശശാങ്കാസനവും ചെയ്യാം.
അതിനുവേണ്ടി ശ്വാസം എടുത്ത് 2 കൈകൾ മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് ബെൻഡ് ചെയ്ത് വന്ന് മാറ്റില് റെസ്റ്റ് എടുക്കണം. ശ്വാസം എടുത്ത് നിവർന്ന് ശ്വാസം വിട്ട് കൈകൾ താഴ്ത്തി വയ്ക്കുന്നു. ഇത് റിലീസ് ചെയ്യാൻ ആദ്യം ഇടത് കാല് വലത് കൈ കുത്തിയതിനു ശേഷം ഇടത് കാല് ഫ്രണ്ടിലേക്ക് നീട്ടി വെക്കാം. 2 കാലും പതിയെ നീട്ടി കൈകൾ 2 പുറകെ കൊടുത്ത് റെസ്റ്റ് എടുക്കാം. മുട്ടുവേദനയൊക്കെ ഉള്ളവര് ഇത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇന്ന് നമ്മൾ പഠിച്ചത് ഇരുന്നു കൊണ്ടുള്ള യോഗാസനങ്ങളായിരുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി.